Good evening all. Welcome to iPlus Training Solutions. Am I audible? Okay. സോ എല്ലാവരുടെയും പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് സിലബസിലെ 3rd മൊഡ്യൂൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ ഒരു 32 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 32 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് വഴി നമ്മളുടെ എയിം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്സ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് എത്രത്തോളം നമ്മൾ എത്രത്തോളം ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്തിട്ടുണ്ട്, ഇനി ഏതൊക്കെയാണ് നമ്മളുടെ വീക്ക് ഏരിയാസ് ആയിട്ട് വരുന്നത് എന്നൊക്കെ ഒന്ന് അസസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് മുന്നോട്ട് പോവാം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ്, നിങ്ങൾ ആൻസർ ആണെന്ന് വിശ്വസിക്കുന്ന ആ ഓപ്ഷൻ ഏതാണോ അതൊന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കുറച്ചൊന്ന് ഇന്ററാക്ട് ചെയ്ത് പോവാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ ടോട്ടൽ ഒരു 8 കണ്ടന്റ് അല്ലെങ്കിൽ ഒരു 8 ടോപ്പിക്സ് ആണ് വരുന്നത്. സോ ഈ 8 ടോപ്പിക്സും അല്ലെങ്കിൽ ഈ ഒരു 8 സെക്ഷൻസും നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് MCQs സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി മോക്ക് ടെസ്റ്റിലും അതുപോലെ തന്നെയുള്ള മറ്റ് ക്വിസിലൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൾറെഡി കവേർഡ് ആണ്. ഇത് കുറച്ച് മോഡൽസ് നിങ്ങളെ പരിചയപ്പെടുത്തുക, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇതിലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു അസസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The central focus of this group work model is on social consciousness and social responsibility. What is that group work model? Option A, developmental model. B, social goals model. Task oriented model and remedial model. So ഏത് ഗ്രൂപ്പ് വർക്ക് മോഡലിന്റെ സെൻട്രൽ ഫോക്കസ് അല്ലെങ്കിൽ മെയിൻ ആസ്പെക്ട് ആണ് സോഷ്യൽ കോൺഷ്യസ്നെസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ഓക്കെ, ഓപ്ഷൻ ബി വരുന്നുണ്ട്. ലിനു, സനൂജ, അശ്വതി ഓപ്ഷൻ ബി പറയുന്നുണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോയാലോ? ഓപ്ഷൻ ബി തന്നെയാണ് സോഷ്യൽ ഗോൾസ് മോഡൽ. നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്ത മോഡൽസിൽ വരുന്നതാണ് സോഷ്യൽ ഗോൾസ് മോഡൽ. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയയാണ് സോഷ്യൽ കോൺഷ്യസ്നെസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സാമൂഹികപരമായിട്ടുള്ള ഒരു അവബോധം അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാവുക നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ സൊസൈറ്റിയെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു ഗ്രൂപ്പിനെ അഫക്ട് ചെയ്യുന്ന ആ ഇഷ്യൂസിന് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ആശയമൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ സോഷ്യൽ ഗോൾസ് മോഡലാണ് ഇവിടെ വരുന്നത്. സോ ഓരോ ഗ്രൂപ്പ് വർക്ക് മോഡലിന്റെയും നമ്മൾ മുൻപത്തെ സെഷനിൽ എടുത്ത ഗ്രൂപ്പ് വർക്ക് മോഡൽസും അതുപോലെ തന്നെ പുതിയ സിലബസ് പ്രകാരം എടുത്ത ഗ്രൂപ്പ് വർക്ക് മോഡൽസിന്റെയും കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി വെക്കുക. എങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Next question: Dash is concerned with the interactions of forces among group members in a social situation. Group bond, group process, group conflict, and group dynamics. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രൂപ്പ് ബോണ്ട്, ഗ്രൂപ്പ് കൊഹീഷൻ, ഗ്രൂപ്പ് നോം, അങ്ങനെ പല രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാവുന്ന ടേമുകൾ വരുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. സോ കൃത്യമായിട്ടൊരു ധാരണ ഓരോ കോൺസെപ്റ്റിനെ കുറിച്ചും ഉണ്ടാവണം. ഇന്ററാക്ഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ആ ഒരു ഫോഴ്സ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഡെഫിനേഷന്റെ ആ ഒരു ടേം ഇതാണെന്ന് കണ്ടെത്തുന്നതിൽ ആ ഫോഴ്സസ് എന്നുള്ള ടേമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഈ ഒരു ഡെഫിനേഷൻ വൈസ് വരുന്ന ക്വസ്റ്റ്യൻസും കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം കൺഫ്യൂസ് ചെയ്യിപ്പിക്കാവുന്ന കുറെ ടേമുകൾ ഉണ്ട്. മിസ്റ്റേക്സ് പറ്റിയവരുണ്ടെങ്കിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യാണ്ട് തന്നെ ഗസ് ചെയ്ത് നോക്കിയവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ എന്താണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയെന്നുള്ളത്. സോ അത് ശ്രദ്ധിക്കുക. എവിടെയാണ് നമുക്ക് കൺഫ്യൂസ്ഡ് ആയത്, എവിടെയാണ് എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നതെന്നുള്ളതൊന്ന് അസസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് among the following statements are true?
The interaction patterns are affected by members' proclivity to communicate. Too much conformity and compliance resulting from the strong social influences of norms, roles, and status hierarchies can also lead to group conflict. Connection power is having the knowledge to help the group achieve a particular goal. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏതാണ് കറക്റ്റ്? കുറച്ച് ടൈം എടുക്കും, നിങ്ങൾ നല്ലപോലെ വായിച്ചിട്ട് നിങ്ങളുടെ ഉത്തരം പറഞ്ഞാൽ മതി. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. ശ്രദ്ധിച്ച് വായിക്കുക. എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന് ആദ്യം നോക്കുക. ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്, അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ഡി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ പണി തരുന്ന വഴിയാണ് കാണുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നമുക്ക് തെറ്റിപ്പോവാനുള്ള കാരണം എന്താ നോക്കാം. The interaction patterns are affected by members' proclivity to communicate. ഇത് എവിടെയാ വന്നേന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എവിടെന്നാ വന്നേന്ന്, ഏത് ടോപ്പിക്കിനാ വന്നേന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാട്ടോ. ഞാൻ ചാറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യാനേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ. ആർക്കെങ്കിലും അറിയോ ഇത് ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് ഭാഗത്തു നിന്നാ വന്നേന്ന്? ഓക്കെ, നമുക്കിത് എന്താണ് പ്രശ്നം വന്നേ നോക്കാം. The interaction patterns are affected by members' proclivity. ഓക്കെ, മൈക്ക് ഓൺ ആക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ചാറ്റ് ബോക്സിൽ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the interaction patterns are affected by members' proclivity to communicate. ഗ്രൂപ്പ് ഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചു 5 കോൺസെപ്റ്റ് ഗ്രൂപ്പ് ഡൈനാമിക്സിൽ വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ 5 സബ് ഡിവിഷൻ. അതിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ പാറ്റേൺസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതിൽ നമ്മൾ കണ്ടിരുന്നു മെയ്പോൾ, റൗണ്ട് റോബിൻ, ഫ്രീ ഫ്ലോട്ടിംഗ് പാറ്റേൺ, ഹോട്ട് സീറ്റ്, അങ്ങനെ 4 കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് നമ്മൾ പഠിച്ചായിരുന്നു. സോ അതിൽ വരുന്നൊരു ടോപ്പിക്കാണ്, അതായത് ഈ ഇന്ററാക്ഷൻ പാറ്റേൺ ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ മെമ്പേഴ്സ് പ്രൊക്ലിവിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം താല്പര്യം അല്ലെങ്കിൽ കഴിവ് ഒരു മെമ്പർക്കുണ്ടോ അത് ആ ഗ്രൂപ്പിന്റെ ഇന്ററാക്ഷൻ പാറ്റേണിനെ അഫക്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ that is the first statement. Second one, too much conformity and compliance resulting from the strong social influences of norms, roles, and status hierarchies can also lead to group conflict. സോ ഇവിടെ എന്താ പ്രശ്നം? അതായത് ഒരു ഗ്രൂപ്പ് വർക്കിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ അകത്ത് എന്താ പറയാ, ടൂ മച്ച് കൺഫോമിറ്റി ആൻഡ് കോംപ്ലിയൻസ്. ഇപ്പൊ ഗ്രൂപ്പിന്റെ അകത്ത് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുത്താലും എല്ലാത്തിനോടും യോജിച്ച് പോവുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. ആരെന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് ഓക്കെ പറഞ്ഞു പോകുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ക്യാൻ ലീഡ് ടു ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണോ? അല്ല, എല്ലാം ഓക്കെ പറഞ്ഞു പോവാണ്. ഓക്കെ, ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാണ്, എന്ത് വേണം ചെയ്തോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സ് ആക്ട് ചെയ്യാണ്. സോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് തിങ്ക് ആണ്. ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് അല്ല, ഗ്രൂപ്പ് തിങ്ക് ആണ്. നമ്മൾ ഇത്രയും ഭാഗം വായിച്ചു പോയി, ക്യാൻ ലീഡ് ടു വരെ വായിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കണം ഓക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എവിടെയോ PPT കണ്ടു, സോ ഇത് കറക്റ്റ് ആണ്. അപ്പൊ ആ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോകുന്നത്. സോ ഗ്രൂപ്പിന്റെ അകത്ത് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങൾ, ഇപ്പൊ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങളിലും
ഈ ഒരു ടു മച്ച് കൺഫോമിറ്റി ആൻഡ് കോംപ്ലിയൻസ് ഉണ്ടായാൽ അവിടെ ഗ്രൂപ്പ് തിങ്ക് ആണ് ഉണ്ടാവുന്നത്. അതായത് ആരെന്ത് പറഞ്ഞാലും അതിനോട് യോജിച്ചു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുക. അല്ലെങ്കിൽ ഗ്രൂപ്പ് തിങ്ക് ഞാൻ ഏതൊരു ക്വസ്റ്റ്യനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. സോ അവിടെ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് അല്ല, ഗ്രൂപ്പ് തിങ്ക് ആണ് വരുന്നത്. Then connection power is having the knowledge to help the group achieve a particular goal. അല്ല, കണക്ഷൻ പവർ അല്ല, ഇവിടെ എന്താ വരുന്നത്? ഇൻഫോർമേഷൻ പവർ ആണ്. കണക്ഷൻ പവർ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഹയർ അതോറിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് നെസസറി ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ്, അങ്ങനെയുള്ള പവറാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതാ? ഇൻഫർമേഷൻ പവർ ആണ്. ഇൻഫർമേഷൻ പവർ ഇസ് ഹാവിംഗ് ദ നോളേജ് ടു ഹെൽപ്പ് ദ ഗ്രൂപ്പ് അച്ചീവ് എ പെർട്ടിക്കുലർ ഗോൾ. ഗ്രൂപ്പിന് ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ ആ ഗ്രൂപ്പിനെ സഹായിക്കുന്ന നോളേജ് ഉള്ള ആള്, അല്ലെങ്കിൽ ആ ഒരു പവർ, അതിനെയാണ് ഇൻഫർമേഷൻ പവർ എന്ന് പറയുന്നത്. ഇവിടെ കണക്ഷൻ പവർ എന്നാണ് അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. തെറ്റാണ്. സോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് മിസ്റ്റേക്ക് വന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following qualities helps a group worker understand the emotional experiences and perspectives of group members? Leadership, empathy, intelligence, objectivity. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ക്വാളിറ്റിയാണ് ഗ്രൂപ്പ് വർക്കറിനെ ഹെൽപ്പ് ചെയ്യുക? എന്തിന്? ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ കാഴ്ചപ്പാട്, ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇമോഷണൽ എക്സ്പീരിയൻസസിനെ ഒക്കെ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, സനൂജ ആൻസർ ചെയ്തു. വേറെ ആരും ഇല്ലേ? ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ബി, എംപതി. ഒബ്ജക്ടിവിറ്റി ഇവിടെ വരില്ല, കാരണം ഇവിടെ ഇമോഷണൽ എക്സ്പീരിയൻസസ് ഒക്കെ ആണല്ലോ വരുന്നത്. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ കാണാൻ പറ്റില്ല. പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ പക്ക പ്രൊഫഷണൽ അങ്ങനെ ഒരു അപ്രോച്ചിലേക്കാണ് ഈ ഒബ്ജക്ടിവിറ്റി വരുന്നത്. ഇമോഷണൽ എക്സ്പീരിയൻസസും പേഴ്സ്പെക്റ്റീവ്സും മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് എംപതിയാണ്. ഓക്കെ, സോ കൺഫ്യൂസ്ഡ് ആവരുത്. Next one, which among the following statements are true regarding the intake stage of social group work process? The presenting concerns and needs of prospective members are identified. The goal is set and activities, assignment of responsibilities to the members are executed. The worker facilitate group sessions, manage group dynamics, and provide guidance and support to help participants achieve their goals. Okay, Linu answer ചെയ്തു. Okay, the answer is option D. ലിനുവിന്റെ ആൻസർ കറക്റ്റ് ആണ്. ലിനു, സനൂജ ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. സോ ഇവിടെ നമ്മള് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റേജസ് ആണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഇൻടേക്ക്, സ്റ്റഡി, ഗോൾ സെറ്റിംഗ്, ഇന്റർവെൻഷൻ, ഇവാലുവേഷൻ. സോ ഇവിടെ ഇൻടേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. അവിടെ ഈ ഒരു ഫസ്റ്റ് പോയിന്റ് അവിടെ കറക്റ്റ് ആണ്. ഈ ഒരു ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആവാൻ വരുന്ന അവരുടെ കൺസേൺസ്, നീഡ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അത് ഇൻടേക്ക് സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യമാണ്. Then second statement, the goal is set and the activities as a assignment of responsibilities to the members are executed. അത് ഗോൾ സെറ്റിംഗിൽ വരുന്ന ആ ഗോൾ സെറ്റിംഗ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. Then third one, the worker facilitate group sessions, manage group dynamics, and provide guidance and support to help participants achieve their goals. അത് എവിടെയാണ് വരുന്നത്? ഇന്റർവെൻഷനിലാണ് വരുന്നത്. സോ ഇൻടേക്ക്, സ്റ്റഡി, ഗോൾ സെറ്റിംഗ്, ഇന്റർവെൻഷൻ, ഇവാലുവേഷൻ. സോ സ്റ്റേജസ് ഓരോന്നും അത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, എന്തൊക്കെയാണെന്നുള്ളത് മിനിമം ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് 1 മാത്രമല്ലാതെ വേറെ ഏതെങ്കിലും കൂടെ അതിൽ തോന്നുകയാണ്, അങ്ങനെ വന്നാൽ ആൻസർ തെറ്റും. സോ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ആ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ സ്റ്റേജ് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. സോ നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. The next one, social group work is a method of social work which helps individuals to enhance their social functioning through purposeful group experiences and to cope more effectively with their personal, group, or community problems. Who proposed this definition? Grace Coyle, Gisela Konopka, H.P. Trucker, and H.Y. Siddiqui. Okay, option B.
സി അല്ല, ഓപ്ഷൻ ബി ആണ്, ജിസേല കൊനോക്ക. ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഈ ഗ്രൂപ്പ് വർക്കിന്റെ എല്ലാ കോൺസെപ്റ്റ്സും വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. കാരണം ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽസ് ടു എൻഹാൻസ് ദെയർ സോഷ്യൽ ഫങ്ഷനിങ്. സോഷ്യൽ ഫങ്ഷനിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. എങ്ങനെ? പർപ്പസ്ഫുൾ ഗ്രൂപ്പ് എക്സ്പീരിയൻസസ്, then to cope more effectively with their personal group or community problems. നിങ്ങൾ ഡെഫിനേഷൻസ് പഠിക്കുമ്പോൾ ഓരോ ആൾക്കാരുടെയും ഡെഫിനേഷനിലെ കീവേഡ്സ് പഠിച്ചു വെക്കാം. ജിസേല കൊനോക്കയാണോ സോഷ്യൽ ഫങ്ഷനിങ് എൻഹാൻസ് ചെയ്യുന്നു, പർപ്പസ്ഫുൾ ഗ്രൂപ്പ് എക്സ്പീരിയൻസ്, മോർ എഫക്റ്റീവ്ലി കോപ്പ് ചെയ്യുക, പേഴ്സണൽ ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ്. ഈ 3 പോയിന്റ് കൃത്യമായിട്ട് അത് ജിസേല കൊനോക്കയുടെ ഡെഫിനേഷൻ ആണെന്നുള്ളത് അതിലത്തെ മെയിൻ കണ്ടന്റ് വെച്ചിട്ട് അങ്ങനെ പഠിക്കുക ഡെഫിനേഷൻസ്. ഓക്കെ. A social group worker is conducting sessions with a group of adolescents in a community center. At first, most members remain quiet and expect the worker to lead all discussions. The worker gradually encourages them to share their views, help them choose a group leader, and supports them in planning activities on their own. Which skill of social group work is the worker demonstrating in the situation? Situation based question ആണ്, വായിച്ച് ആൻസർ ചെയ്യുക. സ്കിൽ ഇൻ പാർട്ടിസിപ്പേഷൻ വിത്ത് ദ ഗ്രൂപ്പ്, സ്കിൽ ഇൻ യൂസിങ് ഏജൻസി ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്, സ്കിൽ ഇൻ ഇവാലുവേഷൻ, സ്കിൽ ഇൻ ഡീലിംഗ് വിത്ത് ഗ്രൂപ്പ് ഫീലിംഗ്. ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് ഒരു കമ്മ്യൂണിറ്റി സെന്ററിലെ ഒരു ഗ്രൂപ്പ് ഓഫ് അഡോളസൻസുമായിട്ട് ചേർന്ന് ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്കർ സെഷൻസ് കണ്ടക്ട് ചെയ്യാണ്. ഈ സിനാരിയോ നിങ്ങളൊന്ന് കൃത്യമായിട്ട് വായിച്ചേ. ആദ്യം ഇവിടെ എന്താ നടക്കുന്നത്? മോസ്റ്റ് മെമ്പേഴ്സ് റിമെയിൻ ക്വൈറ്റ് ആൻഡ് എക്സ്പെക്ട് ദ വർക്കർ ടു ലീഡ് ഓൾ ഡിസ്കഷൻസ്. ഒരുമാതിരിപ്പെട്ട മെമ്പേഴ്സ് ഒക്കെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് വർക്കർ തന്നെ എല്ലാ ഡിസ്കഷനും അങ്ങോട്ട് നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ, നമുക്ക് പാസീവ് ആയിട്ട് ഇരിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പൊ അവിടെ പാർട്ടിസിപ്പേഷൻ ഇല്ല, മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ല. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് വർക്കർ എന്ത് ചെയ്യുന്നു? ആളുടെ ആ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യാനും ഇവരുടെ ഇടയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ലീഡറെ ചൂസ് ചെയ്യാനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവരെ കൊണ്ട് തന്നെ പ്ലാൻ ചെയ്യിപ്പിക്കാനൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഗ്രൂപ്പ് പ്രോസസ്സിൽ ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനുള്ളതാണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. സോ ആ സ്കില്ല് എന്തായിരിക്കും? സ്കിൽ ഇൻ പാർട്ടിസിപ്പേഷൻ വിത്ത് ദ ഗ്രൂപ്പ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഫീലിംഗുമായിട്ട് അത് കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം, വായിച്ച് മനസ്സിലാക്കിയിട്ട് സൂക്ഷിച്ച് ആൻസർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇനി ആവണമെന്നില്ല, ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കുക. നമുക്കൊരു എന്താ പറയാ, ഒരു സെക്കൻഡ് ഓപ്ഷൻ വരുന്നുണ്ടോ, ഇതെല്ലാം തോന്നുന്നുണ്ടോ, ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ഒരു 2 പ്രാവശ്യമൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ഓക്കെ. Then which of the following statements accurately reflect the application of group work in correctional settings? It helps in behavioral change and social. Okay, group feeling. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കഴിഞ്ഞോട്ടെ. Which of the following statements accurately reflect the application of group work in correctional settings? It helps in behavioral change and social reorientation. It encourages cooperation and responsibility among offenders. It focuses on punitive control and isolation. It aims at rehabilitation through positive group interaction. ഇതിലേതാണ് ഈ ഒരു കറക്ഷണൽ സെറ്റിംഗിലെ ഗ്രൂപ്പ് വർക്ക് ആപ്ലിക്കേഷനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഈ താഴെ കൊടുത്തിട്ടുള്ള 4 എണ്ണത്തിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആൻസർ ചെയ്യാവോ? കറക്റ്റ് ആണ്, ഓപ്ഷൻ എ ആണ്. ഇവിടെ ഇറ്റ് ഹെൽപ്സ് ഇൻ ബിഹേവിയറൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ റീഓറിയന്റേഷൻ. സോ കറക്ഷണൽ സെറ്റിംഗിൽ ഗ്രൂപ്പ് വർക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് എയിം ആണ്. ദെൻ ഇറ്റ് എൻകറേജസ് കോപ്പറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഒഫൻഡേഴ്സ്.
സോ ഈ ഒഫൻഡേഴ്സിന് ഇടയിൽ ഒരു പരസ്പര സഹകരണം, റെസ്പോൺസിബിലിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് എൻകറേജ് ചെയ്യുക, അതും കറക്റ്റ് ആണ്. ഇറ്റ് ഫോക്കസസ് ഓൺ പ്യൂണിറ്റീവ് കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ. അത് നമ്മളുടെ പണിയല്ല. കറക്ഷണൽ സോഷ്യൽ വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സക്സസ്ഫുൾ റീഹാബിലിറ്റേഷൻ ആൻഡ് റീഇന്റഗ്രേഷൻ ആണ്. ഇവിടെ പ്യൂണിറ്റീവ് കൺട്രോൾ അല്ലെങ്കിൽ പണിഷ്മെന്റിലൂടെ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുക, ആ വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ആശയം നമുക്ക് കറക്ഷണൽ സോഷ്യൽ വർക്കിൽ വരുന്നില്ല. സോ അത് എക്സ്ക്ലൂഡ് ചെയ്യാം നമുക്ക്. ദെൻ ഇറ്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ ത്രൂ പോസിറ്റീവ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ. നമ്മൾ പറഞ്ഞു പർപ്പസ്ഫുൾ ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. സോ ആ ഒരു പോസിറ്റീവ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ വഴി അവരുടെ റീഹാബിലിറ്റേഷൻ പോസിബിൾ ആക്കുക, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നേരത്തെ ഒരാൾ ഡൗട്ട് ചോദിച്ചായിരുന്നു ഈ ഒരു സ്കിൽ ഇൻ ഡീലിംഗ് വിത്ത് ഗ്രൂപ്പ് ഫീലിംഗ്. അതായത് ഗ്രൂപ്പ് ഫീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇനീഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു സോഷ്യൽ സർവീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ട് തുടങ്ങുന്ന ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടീം, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ അവർക്കൊരു വി ഫീലിംഗ്, ഇത് നമ്മുടെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റി, സെൻസ് ഓഫ് യൂണിറ്റി, ഒരു ബിലോങ്ങിങ്നെസ്, അതൊക്കെയാണ് ഈ ഗ്രൂപ്പ് ഫീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് വി ബിലോങ് ഹിയർ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഏത് വിധേനയും ഈ ഒരു ഗ്രൂപ്പിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഫീലിംഗിനെ പല സിറ്റുവേഷൻസിലും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു ഗ്രൂപ്പ് വർക്കൊക്കെ. അതാണ് ഈ ഒരു സ്കിൽ ഇൻ ഡീലിംഗ് വിത്ത് ഗ്രൂപ്പ് ഫീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Linu, clear ayo? Okay. So next question. Find the correct order of the stages of group development proposed by Garland, Jones and Kolotny. Okay, option D. ബാക്കിയുള്ളവര് നിങ്ങൾ ആൻസർ ചെയ്യൂ കേട്ടോ. തെറ്റിയാലും തെറ്റട്ടെ. ഇവിടെ തെറ്റിയാൽ പ്രശ്നമില്ല, നമുക്ക് എക്സാമിനാണ് തെറ്റാൻ പാടില്ലാത്തത്. സോ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. എല്ലാവരും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നമ്മള് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റില് ഒരു 5 to 6 ആൾക്കാര്, അല്ലെങ്കിൽ 5 to 6 ടൈപ്പ് ഓഫ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ പഠിച്ചായിരുന്നു. അതിൽ എപ്പോഴും നമ്മൾ വിചാരിക്കും ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ്, അഡ്ജേണിങ്, ഈ ഒരു സംഭവം മാത്രമേ ചോദിക്കൂ എന്നൊരു കോൺഫിഡൻസ് പലർക്കും ഉണ്ട്, എനിക്കും ഉണ്ടായിരുന്നു. സോ അത് മാത്രമല്ല, ഇപ്പൊ ആൾക്കാര് അത് വിട്ട് ബാക്കി സ്റ്റേജസും ചോദിച്ചു തുടങ്ങി. സോ ആ ടേബിൾ അങ്ങനെ പഠിക്കുക. നിങ്ങൾ എന്താ പറയാ, കോഡ് വെച്ചിട്ടോ ഫസ്റ്റ് ലെറ്റർ വെച്ചുള്ള കോഡ് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എല്ലാ സ്റ്റേജസും പഠിക്കുക ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ. ആ ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്ങിൽ മാത്രം പഠിച്ചു നിൽക്കാതെ ബാക്കിയുള്ള പോർഷൻസും അല്ലെങ്കിൽ ബാക്കി വരുന്ന സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റും പഠിക്കുക. സോ ഇത് ഗാർലൻഡ്, ജോൺസ് ആൻഡ് കൊളോട്നി പ്രപ്പോസ് ചെയ്ത സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആണ്. പ്രീ അഫിലിയേഷൻ, പവർ ആൻഡ് കൺട്രോൾ, ഇന്റിമസി, ഡിഫറൻസിയേഷൻ, സെപ്പറേഷൻ. നെക്സ്റ്റ് ഇസ് മാച്ച് ദ ഫോളോയിങ്. ഒന്ന് മാച്ച് ചെയ്തേ, മാച്ച് ചെയ്തിട്ട് ആൻസർ പറയും. Okay, Linu, option B. Okay, Sanuja, option B. The answer is option B. Okay. ഇത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. Okay, so social goals model proposed by Gisela Konoko and Waynes.
Remedial model, option A, R.D. Winter. Reciprocal or mediating model, W. Schwartz. Developmental model, Bridgestein S. and Lowy. Okay. സോ ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ടഫ് ആയിട്ടൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചോദിക്കാം. സോ ഇത് ഓർത്തു വെക്കാം. Next question. A social worker helps a woman survivor of domestic violence staying in a shelter home by requesting the agency to provide job training, convincing her family to support her decision to work, and contacting an NGO to include her in a welfare program. Which professional role is a social worker performing in this situation? കൃത്യമായിട്ട് വായിച്ചിട്ട് ആൻസർ പറയണം, തെറ്റിക്കരുത്. ഓക്കെ, ലിനു ഓപ്ഷൻ സി. സനൂജി ലിനു മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ, ബാക്കി ആരും ഇല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക, അഡ്വക്കേറ്റ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇവിടെ ഈ ഒരു സർവൈവറിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും അവർക്ക് വേണ്ടി കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ സോഷ്യൽ വർക്കറാണ്. ഏജൻസിയോട് അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു ജോബ് ട്രെയിനിങ് കൊടുക്കാൻ, ഫാമിലിയോട് ഈ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുന്നു, പിന്നെ ഒരു NGO കോണ്ടാക്ട് ചെയ്ത് ഇവരൊരു വെൽഫെയർ പ്രോഗ്രാമിൽ ആഡ് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് ആപ്റ്റ് ആയിട്ട് വരുന്ന റോൾ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആണ്. ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആക്കുക എന്നുള്ളൊരു റോള് വരും. പക്ഷെ ഇവിടെ ഈ ഒരു കോണ്ടെക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് എന്നുള്ളൊരു റോളാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് among the following statements are false? ഫോൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ട്രൂ ആയിട്ടുള്ള കണ്ടുപിടിക്കും. ആവശ്യത്തോടു കൂടി നമ്മൾ പോയി ഓപ്ഷൻ മാർക്ക് ചെയ്യും. ഫോൾസ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഫോൾസ് ആണോ ട്രൂ ആണോ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവും. ഓക്കെ, ഫോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ട്രൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് വൺ ഫോമിംഗ് സ്റ്റേജ് ആണ് പറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് വൺ സ്റ്റോമിംഗ് സ്റ്റേജ്, തേർഡ് വൺ പെർഫോമിംഗ് സ്റ്റേജ്. സോ ഈ ഓരോ സ്റ്റേജിന്റെയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. ഓക്കെ, ലിനു സനൂജ ഓപ്ഷൻ എ ആണ് പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് ആണ്. ഇവിടെ എന്താ ഫോമിംഗ് സ്റ്റേജില് ഡെവലപ്മെന്റ് ഓഫ് ഗ്രൂപ്പ് സ്ട്രക്ചർ, റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ, ഇൻക്രീസ്ഡ് റിലേഷൻഷിപ്സ്, ഹാർമണി ആൻഡ് കൊഹസീവ്നെസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എഗ്രിമെന്റ് ഇസ് റീച്ച്ഡ് ഓൺ ഹൗ ദ ഗ്രൂപ്പ് ഓപ്പറേറ്റ്സ്. ഇത് ഫോമിംഗ് അല്ല, ഇത് നോമിംഗ് സ്റ്റേജ് ആണ്. നിങ്ങൾ ആലോചിക്കുക, റൂൾസ് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അത് നോമിംഗ് സ്റ്റേജ് ആണ്, ഫോമിംഗ് സ്റ്റേജ് അല്ല. ഫോമിംഗ് എന്താ, ബിഗിനിങ് സ്റ്റേജ് ആണ്. അപ്പൊ അവിടെ ഇതൊന്നും വരില്ല. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോമിംഗ് സ്റ്റേജിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ സ്റ്റോമിംഗ് സ്റ്റേജ്, കറക്റ്റ് ആണ്. ഡിസഗ്രിമെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ, ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്, ടെൻഷൻ അസോസിയേറ്റഡ് വിത്ത് കോമ്പറ്റീഷൻ ഫോർ സ്റ്റേറ്റസ് ആൻഡ് ഇൻഫ്ലുവൻസ്, അത് സ്റ്റോമിംഗ് സ്റ്റേജ് തന്നെയാണ്. സോ നോമിംഗ് ആണോ അവിടെ റൂൾസും കാര്യങ്ങളൊക്കെ ആയി ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റോമിംഗ് ആണെങ്കിൽ അടിയുടെ പൂരാണ്. ദെൻ തേർഡ് വൺ പെർഫോമിംഗ്, ദ ഗ്രൂപ്പ് ഇസ് ഫുള്ളി ഫങ്ഷണൽ, ദ ഗ്രൂപ്പ് മെച്ചുവേഴ്സ് ടു വർക്ക് ടുഗദർ ആസ് എ ടീം with emphasis on performance and achievement, high task orientation and completion. പെർഫോമിംഗ് ആണെങ്കിൽ എന്താ, അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ആ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് പെർഫോം ചെയ്ത് കാര്യങ്ങൾ പോകുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ്. സോ ഇത് കറക്റ്റ് ചെയ്തതിൽ അപ്പൊ നിങ്ങൾ വിജയിച്ചു. ലിനു ആൻഡ് സനോജ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഇത് തെറ്റിപ്പോവാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ that was good. The next one, fact finding or gathering of facts or information comes under which stage of social group work process? Evaluation, intake, study, goal setting. Okay, Lenu, option C. Sanuja, option C. സോ ഞാനും ഓപ്ഷൻ സി, സ്റ്റഡി ഫേസ്. ഫാക്ട് ഫൈൻഡിങ് അല്ലെങ്കിൽ നമ്മൾ ഫാക്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നു, അത് സ്റ്റഡി ഫേസിലാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു 5 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിന്. ഇൻടേക്ക്, സ്റ്റഡി, ഗോൾ സെറ്റിംഗ്,
ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ. സോ അത് ഓരോ സ്റ്റേജിലാണ് നടക്കുന്നതിന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കാം. Next one, in which of the following social group work models the members collaborate to complete a project, solve a problem, or make a decision? Developmental model, social treatment model, task-oriented model, remedial model. Okay, Linu, Sanuja, option C. So, ഇത് ഞാനും ഓപ്ഷൻ സി. ഓക്കെ, അപ്പോ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുക, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക. അപ്പൊ വളരെ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാ വരിക? ടാസ്ക് ഓറിയന്റഡ് മോഡലാണ്. ബാക്കി ഏത് മോഡലാണെങ്കിലും ഇതിന് അപ്പുറത്തേക്കുള്ള ഡീറ്റെയിലിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോ റെമഡിയൽ മോഡലാണെങ്കിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, റീഇന്റഗ്രേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഓരോ മോഡലിന് അതിൻ്റെതായ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ടാസ്ക് ഓറിയന്റഡ് മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യണം, അത് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി വന്ന് കൊളാബറേറ്റ് ചെയ്യുന്നു, കാര്യം ചെയ്യുന്നു, പിരിയുന്നു. അപ്പൊ അതാണ് ടാസ്ക് ഓറിയന്റഡ് മോഡലിൽ വരുന്നത്. സോ ഓപ്ഷൻ സി, ടാസ്ക് ഓറിയന്റഡ് മോഡൽ. Which of the following is not an objective of social group work? Encouraging self-expression, promoting democratic values, developing leadership skills, increasing dependency on the worker. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഓക്കെ, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. വർക്കറിൽ ഒരു ഡിപ്പെൻഡൻസി, ഗ്രൂപ്പ് വർക്കറിന്റെ മേലെ ഡിപ്പെൻഡന്റ് ആവുക എന്നുള്ളതല്ല ഗ്രൂപ്പ് വർക്കിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാക്സിമം അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് അവരെ സ്വയം എക്സ്പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോമായി മാറുന്നുണ്ട് ഗ്രൂപ്പ് വർക്കിന്റെ ആ ഒരു എൻവയോൺമെന്റ്. ഡെമോക്രാറ്റിക് വാല്യൂസിന്റെ ബേസിസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡൻസി വരുന്നില്ല. ഓക്കെ, കഴിവതും അവരെ ഏതാണോ അവരുടെ പ്രശ്നം അതിൽ അവരെ ഓവർകം ചെയ്യുക, അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കുക, നോട്ട് എന്നുള്ള സാധനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ചിലപ്പോ പണിപാളാം. സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. Next one, among the following, which one is not Drucker's principles of social group work? The principle of specific group objectives, the principle of legitimization, the principle of guided group interaction, the principle of flexible functional organization. Option B. ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാവോ ഈ പ്രിൻസിപ്പിൾ ഓഫ് ലെജിറ്റിമൈസേഷൻ ഏത് സോഷ്യൽ വർക്ക് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ആണ്? ഓക്കെ, സോഷ്യൽ ആക്ഷൻ കറക്റ്റ് ആൻസർ ആണ്. സോ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം 6 സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ഉണ്ട്. അതിലിപ്പോ ഞാൻ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ കേസ് വർക്കിനും ഒക്കെ ഈ പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ പ്രിൻസിപ്പിൾസ് ഇതുപോലെ മിക്സ് ചെയ്ത് തന്നാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. സോ പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് ഏതിന്റെയാണ് ഏതൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, 17th question. In correctional institutions, the main purpose of social group work is punishment of offenders, reformation and rehabilitation through group interaction, collection of criminal records, enforcement of legal authority. You know option B. Okay. Sanuji option B. ഞാൻ ഓപ്ഷൻ ബി. സോ നമുക്കറിയാം നമ്മള് ഒരു കറക്ഷണൽ സെറ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് റീഫോർമേഷൻ, റീഹാബിലിറ്റേഷൻ, റീഇന്റഗ്രേഷൻ ഒക്കെ തന്നെയാണ്. സോ ഗ്രൂപ്പ് വർക്ക് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ വഴി സംഭവിക്കണം. സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. Then 18th question, match the following. മാച്ച് ചെയ്തിട്ട് പടപടയിൽ ആൻസർ പറഞ്ഞേ. Option B. Okay, option B. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയേ, റെഫറൻസ് പവർ നമ്മൾ പറഞ്ഞു
7 ടൈപ്സ് ഓഫ് പവർ ബേസസ് ഉണ്ട്. ഫ്രഞ്ച് ആൻഡ് റാവൻസിന്റെ ആണ് നമ്മൾ പഠിച്ചത് ഗ്രൂപ്പ് ഡൈനാമിക്സിൽ. സോ 7 ടൈപ്സ് ഓഫ് പവർ ഉണ്ട്. ഇത് തെറ്റിപ്പോവാനായിട്ട് വളരെയധികം കൺഫ്യൂസിംഗ് ഒന്നുമല്ല, പക്ഷെ മേ ബി നമുക്ക് തെറ്റിപ്പോവാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ നമുക്കൊന്ന് നോക്കാം. റെഫറൻസ് പവർ, ലൈക്ഡ് ആൻഡ് അഡ്മയേർഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ ഒരു അഡ്മയറബിൾ ആയിട്ടൊക്കെ കാണുന്ന ആ ഒരു പവർ, അത് ഞാൻ റെഫറൻസ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാളെ പോലെ ആവണം, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു രീതിയിലേക്ക് ഞാൻ എത്തണം എന്ന് നമ്മൾ ഒരു റെഫറൻസ് കൊടുക്കുന്നത്. ഫ്രഞ്ച് ആൻഡ് റാവൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ആ ഒരു PPT-യിലുണ്ട് പ്രൊപ്പോണന്റിന്റെ പേര്. ദെൻ ഇൻഫോർമേഷൻ പവർ, എബിലിറ്റി. ഓക്കെ, സോറി, ഇത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ എ അല്ല, ശരിയാണ്, സോറി. ഇൻഫോർമേഷൻ പവർ, ഇവിടെ ആൻസർ വരുന്നത് റെഫറൻസ് പവർ വരുന്നത് ലൈക്ഡ് ആൻഡ് അഡ്മയേർഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇൻഫോർമേഷൻ പവർ എന്ന് പറയുന്നത് പൊസസിങ് ഇൻഫോർമേഷൻ നീഡഡ് ബൈ ദ ഗ്രൂപ്പ്. ദെൻ റിവാർഡ് പവർ, എബിലിറ്റി ടു ഓഫർ സോഷ്യൽ ഓർ ടാൻജിബിൾ റിവാർഡ്സ്. റിവാർഡ്സ് കൊടുക്കാനായിട്ട് എബിലിറ്റി ഉള്ള ആളെ, ആ ഒരു പവറിനെയാണ് റിവാർഡ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുന്നത് ഹോൾഡിംഗ് ഒഫീഷ്യൽ പൊസിഷൻ, ഇറ്റ്സ് അതോറിറ്റി, റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അത് കറക്റ്റ് ചെയ്തോളാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെഫറൻസ് പവർ എന്ന് പറയുമ്പോൾ ലൈക്ഡ് ആൻഡ് അഡ്മയേർഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇൻഫോർമേഷൻ പവർ എന്ന് പറയുമ്പോൾ പൊസസിങ് ഇൻഫോർമേഷൻ നീഡഡ് ബൈ ഗ്രൂപ്പ്. റിവാർഡ് പവർ എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഓഫർ സോഷ്യൽ ഓർ ടാൻജിബിൾ റിവാർഡ്സ്. ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് ഒഫീഷ്യൽ പൊസിഷൻ, ഇറ്റ്സ് അതോറിറ്റി, റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. സോ ഇവിടെ ഓപ്ഷൻ എയിൽ സെക്കൻഡ് ആൻഡ് തേർഡ് വൺ ഒന്ന് ഷഫിൾ ആയി പോയിട്ടുണ്ട്. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഇത് മനസ്സിലായല്ലോ അല്ലെ പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാവോ? ഓക്കെ, ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ PPT ഇടാം. Next one, assertion. In a woman's self-help group, the social worker dominates decision-making to ensure smooth functioning and quick results. Reason, group work with women aims to promote empowerment, participation, and shared decision-making through cooperation and dialogue. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി. ഇവിടെ എന്താ മിസ്റ്റേക്ക് വരുന്നത്? In a women's self-help group, the social worker dominates decision making to ensure smooth functioning and quick results. Okay, ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രൂപ്പ് വർക്കറുടെ റോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഡിസിഷൻസ് എടുക്കാൻ, ആ ഒരു പ്രോസസ്സിന് അവരെ ഹെൽപ്പ് ചെയ്യുക, അതാണ് ഗ്രൂപ്പ് വർക്കറുടെ റോള്. ഇവരെ ഡോമിനേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. സോ അസേർഷൻ തെറ്റാണ്. Then group work with women aims to promote empowerment, participation, and shared decision making through cooperation and dialogue. So വുമനുമായിട്ട് നമ്മൾ ഗ്രൂപ്പ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ എംപവർമെന്റ്, പാർട്ടിസിപ്പേഷൻ, ഡിസിഷൻ മേക്കിംഗ്, കൂട്ടായ ഒരു തീരുമാനം എടുക്കാൻ, ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുക ത്രൂ കോപ്പറേഷൻ ആൻഡ് ഡയലോഗ്. പരസ്പര സഹകരണവും കമ്മ്യൂണിക്കേഷനൊക്കെ വഴി അത് എന്താ പറയാ പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ ആ ഒരു എംപവർമെന്റ്, പാർട്ടിസിപ്പേഷൻ, ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് അച്ചീവ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ option D, assertion is false, but reason is true. Next one, dash informs potential adjustments or modifications to the group work process and activities to enhance its outcomes. A, group discussion. B, evaluation. C, intervention. D, study. ആൻസർ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ്, ഇവാലുവേഷൻ. അതായത് ഒരു ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിന്റെ എൻഡിൽ നമ്മൾ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതുവഴിയാണ് നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് വർക്ക് പ്രോസസ് ആയിക്കോട്ടെ, ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതിന്റെ ഔട്ട്കം കൂട്ടാൻ. അതായത് ഇപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്നത് റെഗുലർ ഇന്റർവെൽസ് നടക്കുന്ന കാര്യമാണ്.
ഇപ്പൊ എന്തിൽ മാത്രമല്ല ബിഗിനിങ് തൊട്ട് ഓരോ പെർട്ടിക്കുലർ സ്റ്റേജിലും നമ്മൾ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യും. സോ അതുവഴി ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് വർക്ക് പ്രോസസ് അല്ലെങ്കിൽ അതിലത്തെ ആക്ടിവിറ്റീസ് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം, അതുവഴി എത്രത്തോളം നമുക്ക് ഔട്ട്കം ബെറ്റർ ആക്കാൻ പറ്റും അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഇവാലുവേഷൻ ആണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ ട്രിക്കിയാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Next one, which statement best describes the scope of social group work? It is limited to recreational activities only. It applies to all settings where group interaction helps personal and social development. It deals only with child welfare agencies. It focuses only on correctional services. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി. അതായത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ സാധ്യത എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് അപ്ലൈസ് ടു ഓൾ സെറ്റിംഗ്സ് വെർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഹെൽപ്സ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഗ്രൂപ്പ് ഇന്ററാക്ഷൻ വഴി പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ് പോസിബിൾ ആയിട്ടുള്ള ഏതൊരു സെറ്റിംഗിലും നമുക്ക് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു ഗ്രൂപ്പിന്റെ സാധ്യത എവിടെ ഉണ്ടോ അങ്ങനെയുള്ള സെറ്റിംഗ്സിലൊക്കെ അവരുടെ ആ ഒരു പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. Next one, based on the given characteristics, identify the social group work model mentioned. ഈ കൊടുത്തിട്ടുള്ളതിന് ഇത് ഏത് ഗ്രൂപ്പ് വർക്ക് മോഡൽ ആണെന്ന് പറയണം. Emphasizes normal human growth, social functioning and group development, aims to enhance social competence, relationships and self-esteem, focuses on mutual aid, cooperation and collective problem solving. Developmental model, social treatment model, task-oriented model, remedial model. ഓപ്ഷൻ എ ഡെവലപ്മെന്റൽ മോഡൽ ആണ്. അപ്പൊ നിങ്ങൾ ഓരോ മോഡലിലും വരുന്ന കീ ടേംസ് നോക്കി വെക്കുക. ഇവിടെ ഇപ്പൊ ഡെവലപ്മെന്റൽ മോഡൽ ആണെങ്കിൽ ഹ്യൂമൻ ഗ്രോത്ത്, സോഷ്യൽ ഫംഗ്ഷനിങ്, ഗ്രൂപ്പ് ഡെവലപ്മെന്റ് അതെല്ലാത്തിലും വരും. എങ്കിൽ പോലും കീ വേർഡ്സ് നിങ്ങൾ നോക്കി വെക്കുക. സോഷ്യൽ കോമ്പറ്റൻസ് എൻഹാൻസ് ചെയ്യുന്നു, റിലേഷൻഷിപ്പ്, സെൽഫ് എസ്റ്റീം, മ്യൂച്വൽ എയ്ഡ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്, കോപ്പറേഷൻ, കളക്റ്റീവ് പ്രോബ്ലം സോൾവിങ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അതിന്റെ ബേസിസിൽ നിങ്ങൾ ഇത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൺഫ്യൂസിങ് ആണ് എന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാതിരിക്കുക. കാരണം ഒരു മിനിമം ധാരണ ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് കിട്ടും. Then assertion, in social group work process, goal setting is where the goal is set and the activities, assignment of responsibilities to the members are executed. Intervention strategies are strategies which are used to intervene into the functionality of the group and on the members of the group. അതാണ് റീസൺ പറയുന്നത്. ഏതായിരിക്കും ആൻസർ വരുന്നത്? തെറ്റിപ്പോയല്ലോ. ഓപ്ഷൻ ബി ആണ് വരിക. നിങ്ങൾ അസേർഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിൽ ഗോൾ സെറ്റിംഗ് ഇസ് വെർ ദ ഗോൾ ഇസ് സെറ്റ് ആൻഡ് ആക്ടിവിറ്റീസ്, അസൈൻമെന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ മെമ്പേഴ്സ് ആർ എക്സിക്യൂട്ടഡ്. ഓക്കെ, ഗോൾ സെറ്റിംഗിൽ എന്താണ് സംഭവിക്കുന്നത്? സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിൽ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് അസേർഷനിൽ പറഞ്ഞിട്ടുള്ളത്. റീസണിൽ എന്താ പറയുന്നത്? Intervention strategies are strategies which are used to intervene into the functionality of the group and on the members of the group. Intervention സ്റ്റേജിൽ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പക്ഷെ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പൊ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണവും ശരിയാണെന്ന് കാണുമ്പോൾ ഒരു ആവേശം വരും, പെട്ടെന്ന് ഓപ്ഷൻ എ പോയി കുത്താൻ. പക്ഷെ ഓപ്ഷൻ ബി അവിടെ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബിക്കുള്ള സാധ്യതയും തള്ളിക്കളയരുത്. അസേർഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ റീസൺ ആയിട്ട് വരുന്നുണ്ടോ, റീസണിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് കൃത്യമായിട്ട് ചിന്തിച്ച് മാത്രം ആൻസർ ചെയ്യുക. നമ്മളുടെ ഒരു കാൽക്കുലേഷന്റെ മാത്രം തെറ്റുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്ക് ആവാം. അപ്പോ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിച്ച് ചെയ്യാട്ടോ.
Assertion: the social worker encourages members of a women self-help group to decide on the type of income-generating project they want to start, while the worker provides guidance and necessary information. Reason: according to Trucker's principle of democratic group self-determination, the worker should dominate the decision-making process to ensure the group makes the correct choices. Okay, option C. ഓക്കെ, ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സോ എ ട്രൂ ആണ്. അതായത് സോഷ്യൽ വർക്കർ എന്താ ചെയ്യുക, ഇത് വിമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഒരു സിറ്റുവേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് എങ്ങനെയുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് പ്രോജക്റ്റ് ആണ് അവർക്ക് ആവശ്യം എന്ന് തീരുമാനിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു, ആവശ്യമുള്ള ഗൈഡൻസ് കൊടുക്കുന്നു, ഇൻഫർമേഷൻ കൊടുക്കുന്നു. അത് കറക്റ്റ് ആണ്. According to Trucker's principle of democratic group self-determination, the worker should dominate the decision-making process to ensure the group makes the correct choices. Okay, so ഇവിടെ നമ്മൾ ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്തു. നമുക്ക് മിസ്റ്റേക്ക് വരെ എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ ഈ അസേർഷൻ വായിച്ചു നോക്കി. സോ ഓക്കെ, നമുക്ക് മനസ്സിലായി ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തീരുമാനം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ കണ്ടു. നമ്മൾ റീസൺ വായിക്കുകയാണ്. ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ കണ്ട വഴിക്ക് നമുക്ക് ആവശ്യം വരും. നമ്മൾ പോയിട്ട് ഏസപ്പ കുത്തും. അപ്പൊ ഇവിടെ ഒറ്റ വേർഡിലാണ് ഈ സംഭവം മാറിയിരിക്കുന്നത്. വർക്കർ ഷുഡ് ഡോമിനേറ്റ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ടു എൻഷുർ ദ ഗ്രൂപ്പ് മേക്സ് ദ കറക്റ്റ് ചോയ്സസ്. ഡോമിനേഷൻ അല്ല, ഇവിടെ ഗൈഡൻസേ ആവശ്യമുള്ളൂ. സോ ഒറ്റ വേർഡിലാണ് അവിടെ ആൻസർ മാറിപ്പോയത്. അപ്പോൾ ഇങ്ങനെയാണ് മിസ്റ്റേക്സ് വരുന്നത്. ഇതിപ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. സോ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയി. സോ ആ രീതിയിൽ മുന്നോട്ട് പോവുക. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വായിച്ച ഒരു ഐഡിയ ആയതിനു ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഡബിൾ ചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. Next one, which among the following is a dysfunctional role of individuals in a group? Blocking, recognition seeking, diagnosing, both A and B. ഈ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ബ്ലോക്കിങ്ങും റെക്കഗ്നീഷൻ സീക്കിങ്ങും ഡിസ്ഫങ്ഷണൽ റോളാണ്. ഓക്കെ, ഡയഗ്നോസിങ് ഡിസ്ഫങ്ഷണൽ റോളിൽ വരില്ല. ഈ ബോത്ത് എ ആൻഡ് ബി കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് ആൻസർ ആകാതെയും ഇരിക്കാം. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ബ്ലോക്കിങ്ങും റെക്കഗ്നീഷൻ സീക്കിങ്ങും ഡിസ്ഫങ്ഷണൽ റോളാണ്. അപ്പൊ ഗ്രൂപ്പ് വർക്കില് നമ്മൾ ഫങ്ഷണൽ റോൾസ് പഠിച്ചു, ഡിസ്ഫങ്ഷണൽ റോൾസ് പഠിച്ചു, സപ്പോർട്ടിംഗ് റോൾസ് എന്നും പറഞ്ഞു പഠിച്ചു. ഇത് ഓരോന്നും എന്താണെന്നൊക്കെ കൃത്യമായിട്ട് കാണാപ്പാഠം പഠിച്ചില്ലെങ്കിലും ഏതൊക്കെയാണ് റോൾ എന്നുള്ളതെങ്കിലും നമ്മളൊന്ന് മിനിമം നോക്കി വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ കൺഫ്യൂസ്ഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെ റോളുകൾ ഏതിന്റെയൊക്കെ കീഴിൽ വരും, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു മിനിമം ധാരണയും കൂടെ നമുക്ക് വേണം. ഓക്കെ, the next one, which among the following statements are true? അത് ഫങ്ഷൻ റോൾസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫങ്ഷണൽ റോൾസ് വരുന്നുണ്ട്, ഡിസ്ഫങ്ഷണൽ റോൾസ് വരുന്നുണ്ട്, സപ്പോർട്ടിംഗ് റോൾസും വരുന്നുണ്ട്. നമ്മളത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ റോൾ, ഫങ്ഷൻ, സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ഗ്രൂപ്പ് വർക്കറിലാവണം അത് വന്നിട്ടുള്ളത്. അതായത് റോൾ എന്ന് പറയുമ്പോൾ ആസ് എൻ എനേബിളർ, ആസ് എൻ അഡ്വക്കേറ്റ്, അതും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും ചോദിക്കാം. സോ ആ രണ്ട് ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു വിട്ടാൽ മതി. അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല അത്. പക്ഷെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്നായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചാൽ മതി. അധികം കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ അത് ചാൻസ് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് കവർ ചെയ്തത്. ഓക്കെ, നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ നിർത്തിയത്? 26 അല്ലേ? Which among the following statements are true? First one, normative influence is a desire to meet other people's expectations and to be accepted by others. Second one, informational influence is accepting and being persuaded by information provided by others. ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1,
2, both 1 and 2, none of the above. Option C ആണ്. രണ്ട് ടൈപ്പ് ഇൻഫ്ലുവൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡൈനാമിക്സിലാണ്. നോർമേറ്റീവ് ഇൻഫ്ലുവൻസ്, ദ ഡിസയർ ടു മീറ്റ് അതർ പീപ്പിൾസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ടു ബി അക്സെപ്റ്റഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം, അതുപോലെ തന്നെ അവർ എന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡിസയർ, അത് വരുന്ന നോർമേറ്റീവ് ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടാണ്. Then informational influence is accepting and being persuaded by information provided by others. മറ്റുള്ളവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് എന്താ പറയുക പെർസ്വേഡ് ചെയ്യപ്പെടുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇങ്ങനത്തെ ഏരിയാസിൽ നിന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മളിത് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. എളുപ്പമുള്ളൊരു ഭാഗമൊക്കെ തന്നെയാണ്, എല്ലാം വായിച്ചു വെക്കുക, ഒരു മിനിമം ഐഡിയ ഉണ്ടായിരിക്കുക. Next one, assertion. Social group work in correctional institutions helps inmates to develop self-control, social skills, and a sense of responsibility. Reason, group work in such settings aims at reformation and rehabilitation through cooperative group experiences. Any answer with that? Option A. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഇവിടെ എന്താ പറയുന്നത്, കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്തിനാണ് ഇൻമേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? സെൽഫ് കൺട്രോൾ, സോഷ്യൽ സ്കിൽസ്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആപ്ലിക്കേഷൻ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻമേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് റീസൺ പറയുന്നത്? ഗ്രൂപ്പ് വർക്ക് ഇൻ സച്ച് സെറ്റിംഗ്സ് എയിംസ് അറ്റ് റീഫോർമേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ത്രൂ കോപ്പറേറ്റീവ് ഗ്രൂപ്പ് എക്സ്പീരിയൻസസ്. സോ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിന്റെ റീസൺ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. So, answer is option A. Next one, arrange the stages of group development proposed by Trucker. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റിൽ ഈ ഒരു സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് പ്രപ്പോസ് ചെയ്ത വേറൊരാളാണ് ട്രക്കർ. സോ ട്രക്കറിന്റെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റിനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യാം. Answer is option C. Beginning, emergence of group feeling, development of bond, strong group, decline in group feeling, ending. So ഇത് നമ്മൾ ചുമ്മാ ഇപ്പൊ ഈ ആൻസർ വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുമ്പോൾ മേ ബി കൺഫ്യൂസിങ് ആയിരിക്കാം. സോ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, which of the following statements about social group work are correct? ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവറി ഇൻഡിവിജ്വൽ ഹാസ് ദ പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രൂപ്പ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ് ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. മെമ്പേഴ്സ് കനോട്ട് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ഇൻ എ ഗ്രൂപ്പ്. ദ വർക്കേഴ്സ് റോൾ ഈസ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് ഗൈഡ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ. Answer is option A. So every individual has the potential for growth and development. Group work വരുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. Then group experiences provide opportunities for learning and social adjustment. അതും കറക്റ്റ് ആണ്. Members cannot influence each other in a group. അത് പൊട്ടത്തെറ്റാണ്. മെമ്പേഴ്സിന് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ചേഞ്ചസ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് മെമ്പേഴ്സിന് പറ്റും. ഒരു ഗ്രൂപ്പ് വർക്ക് ആണല്ലോ അവിടെ സംഭവിക്കുന്നത്. സോ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടായിരിക്കും. The workers' role is to facilitate and guide group interaction. അത് കറക്റ്റ് ആണ്. ഗ്രൂപ്പ് വർക്കറുടെ റോൾ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് ഇന്ററാക്ഷനെ ഗൈഡ് ചെയ്യുക, അതൊന്നും അവർക്ക് ഈസി ആക്കി കൊടുക്കുക, ഇതൊക്കെ തന്നെ വരുന്നുള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 1, 2 and 4 only. Next one, during a community youth group project, the social worker helps the group form committees for planning events and managing funds. Later, when members' interests shift towards social awareness programs, the worker supports them in reorganizing the committees accordingly. Which principle of group work is the worker applying in the situation?
principle of progressive program experience, principle of democratic group self-determination, principle of flexible functional organization, principle of continuous individualization. ഓപ്ഷൻ സി ആണ്. എന്താ ഇവിടെ ഫ്ലെക്സിബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. തുടക്കത്തില് ആദ്യം നമ്മള് എന്താ പറയാ സോഷ്യൽ ഗ്രൂപ്പ് വർക്കർ ഈ കമ്മ്യൂണിറ്റി യൂത്ത് ഗ്രൂപ്പ് പ്രോജക്റ്റില് അവരെ കമ്മിറ്റീസ് ഫോം ചെയ്യാനും അതിന്റെ ഇവന്റ്സ് ഫണ്ട്സ് മാനേജ് ചെയ്യുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലേറ്റർ ഇവരുടെ ഇൻട്രസ്റ്റ് മാറുകയാണ്. ഇവർക്ക് സോഷ്യൽ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റീസ് വേണം ഇനി ഫോം ചെയ്യാൻ. ആദ്യം ഇവന്റ്സ് പ്ലാൻ ചെയ്യാനും ഫണ്ട് മാനേജ് ചെയ്യാനുള്ള കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യാനായിട്ട് ഗ്രൂപ്പ് വർക്കർ ഹെൽപ്പ് ചെയ്തു. ശേഷം ഇവരുടെ ഇൻട്രസ്റ്റ് മാറിയപ്പോൾ അതിന് വേണ്ട കമ്മിറ്റിയെ ആയിട്ട് അത് റീഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് ഇവിടെ നടക്കുന്നത്. ഫ്ലെക്സിബിൾ ആണ് ഗ്രൂപ്പ് വർക്കർ. അത് ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിൽ അവർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, വരുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചിട്ട് ആ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിന് വേണ്ട ഹെൽപ്പുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ who proposed the stages of group development, orientation, evaluation and decision making? ഈ 3 സ്റ്റേജ് പ്രപ്പോസ് ചെയ്തത് ആരാ? ബെയിൽസ്, ടക്മാൻ, ക്ലെയിൻ, ട്രക്കർ. ഓപ്ഷൻ എ. ഓക്കെ. സോ ബെയിൽസിന്റെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആണ്. 3 സ്റ്റേജേ ഉള്ളൂ. അങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. OEDനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് അത് പഠിക്കുക. ഓറിയന്റേഷൻ, ഇവാലുവേഷൻ, ഡിസിഷൻ മേക്കിംഗ്, അതാണ് ബെയിൽസിന്റെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. Last question. The social group worker believes that every member has inherent worth and dignity regardless of background or ability. This reflects a value of group solidarity, acceptance, participation, evaluation. ഓപ്ഷൻ ബി ആണ്. അതായത് ഓരോ മെമ്പറിനും, ഗ്രൂപ്പിൽ വരുന്ന ഓരോ മെമ്പറിനും അവരുടേതായ ഒരു വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ എബിലിറ്റിയോ അതൊന്നും കണക്കാക്കാതെ അവർ വേർത്തിയാണ്, അവർ ഡിഗ്നിറ്റി ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് ഉൾക്കൊള്ളുന്നത്, അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് റിഫ്ലെക്ട്സ് എ വാല്യൂ ഓഫ് അക്സെപ്റ്റൻസ്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. മേ ബി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മോഡലിലാവാം മിസ്റ്റേക്ക് വരുന്നത്. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ആകാം, അല്ലെങ്കിൽ അസേർഷൻ റീസൺ ആകാം, സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആവാം. അങ്ങനെ നോക്കുക നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് വരുന്നത്. മേ ബി നിങ്ങൾക്ക് കണ്ടന്റ് വൈസ് ആയിരിക്കാം. ഞാൻ ഈ ഒരു ഏരിയ, ഇപ്പൊ ഒരാൾ പറഞ്ഞു ഈ ഒരു ഏരിയ ഞാൻ വായിച്ചിട്ടില്ല, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, ഓക്കെ എന്റെ വീക്ക് പോയിന്റ്സ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ വീക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ ഏരിയാസ് ഒന്നുകൂടെ പോയി പഠിക്കുക. ഓക്കെ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരെ നിങ്ങൾ വെറീഡ് ആവണ്ട. ഇവിടെ മിസ്റ്റേക്ക് വന്നു, മിസ്റ്റേക്ക് മനസ്സിലാക്കുക, അതിന് റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുവഴി നമുക്ക് എക്സാമിന് ഈ നമ്മളിപ്പോ ചെയ്ത മിസ്റ്റേക്സ് വരുത്താതെ നോക്കാം. മാക്സിമം നോട്ട്സ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. മിസ്റ്റേക്സ് എവിടേക്കാണ് വരുന്നത് മനസ്സിലാകും. ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. Thank you.